ജാൻമണിദാസിന്റെ അടുത്ത ശാപം അർജുനുള്ളതാണ്. അത് അർജുൻ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ലാലേട്ടൻ വന്നപ്പോൾ അത് എടുത്തു ചോദിച്ചു, ജാൻമണി ഈ പറഞ്ഞതും ചെയ്തതുമൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പൊ ജാൻമണി ആദ്യം ചെയ്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഓരോരുത്തരോടും ചോദിച്ച സമയത്ത് അവിടെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും ശ്രീരേഖയാണെങ്കിലും അർജുനാണെങ്കിലും നോറയാണെങ്കിലും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ജാൻമണി വളരെ മോശം പ്രയോഗങ്ങളാണ് നടത്തിയത്, ഒരാളെ ശപിക്കുന്ന തരത്തിൽ ഒരുപാട് സംസാരിച്ചു, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കും, പ്രസ് മീറ്റ് നടത്തി ജീവിതം നശിപ്പിക്കും എന്നൊരു കാര്യം പറഞ്ഞു, ചീപ്പ് എക്കണോമി ക്ലാസ് എന്ന് വിളിച്ചു, ഇവിടെയുള്ളവരെല്ലാം തേർഡ് ക്ലാസ് ആണ് എന്ന് പറഞ്ഞു, ഞാൻ 2006 മുതൽ നല്ല ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്, ഇവിടെയുള്ളവർ എല്ലാവരും തേർഡ് ക്ലാസ് ആണ് എന്ന രീതിയിൽ ജാൻമണി സംസാരിച്ചു. പ്രസ് മീറ്റ് വിളിച്ച് അവളുടെ ജീവിതം നശിപ്പിക്കും എന്ന് പറഞ്ഞു. ഒരു പായസത്തിൽ ഒരു തുള്ളി വിഷം വീണ് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ നശിപ്പിക്കും, ആ ഒരു വിഷത്തിന്റെ തുള്ളിയായിരിക്കും അതുമൂലം നശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജാൻമണി നടത്തിയ പ്രസ്താവനകൾ മുഴുവൻ അവർ പറഞ്ഞപ്പോൾ ജാൻമണി പലതും നിഷേധിച്ചു. പിന്നെ ജാൻമണി ലാലേട്ടനോട് പറഞ്ഞത് ഞാനത് അപ്പോഴത്തെ ദേഷ്യത്തിനെ പറഞ്ഞു എന്നുള്ളതാണ്. ലാലേട്ടൻ വിട്ടുകൊടുത്തില്ല. ലാലേട്ടൻ ജാൻമണി പറഞ്ഞ ഓരോ വാചകങ്ങളും കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് എടുത്തു കാണിച്ചു, ഓരോ സീനും. അപ്പൊ ജാൻമണി പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് പെട്ടെന്നുള്ള ഒരു ഇതിൽ വേണ്ടി പറഞ്ഞതല്ല, വെറുതെ തമാശ രീതിയിലും പറഞ്ഞതല്ല, എനിക്ക് അത്രയും വിഷമമായപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് എന്നൊരു കാര്യം പറഞ്ഞു. പക്ഷെ അർജുൻ പറഞ്ഞ ഒരു കാര്യമാണ് ജാൻമണിയെ കൂടുതൽ വിഷമിപ്പിച്ചത്. അവിടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ജാൻമണി തല കറങ്ങി വീഴുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് എടുത്തു കൊണ്ടുപോയി മെഡിക്കൽ റൂമിൽ എത്തിച്ചത് അർജുനായിരുന്നു. പക്ഷെ അത് ഒറിജിനലായി തനിക്ക് തോന്നിയില്ല എന്നാണ് അവിടെ അർജുൻ പറഞ്ഞത്. അർജുന് തോന്നിയ കാര്യം അർജുൻ അവിടെ ലാലേട്ടൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ തലകറങ്ങി വീണതിൽ എനിക്കെന്തോ അത് വിശ്വസനീയമായി തോന്നിയില്ല എന്ന് അവിടെ അർജുൻ പറഞ്ഞു. പക്ഷെ അത് പറഞ്ഞപ്പോൾ ജാൻമണി അവിടെ കൈയടിച്ചു, നന്നായി അർജുൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിനുശേഷം ലാലേട്ടൻ പോയി കഴിഞ്ഞ സമയത്ത് അർജുന്റെ അടുത്ത് സൂപ്പർ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും അവിടെ ഇരുന്ന് പറഞ്ഞു, അർജുനെ അത് നിനക്കുള്ള ശാപമാണ് എന്ന് പറഞ്ഞു. എന്തായാലും അടുത്ത ശാപം വന്നിരിക്കുന്നത് അർജുനാണ്. അല്ല, മുമ്പും പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പൊ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ പോയതിനു ശേഷവും അർജുനെ വിസ്തരിച്ചൊന്ന് ശപിച്ചിരിക്കുകയാണ് എന്തായാലും ജാൻമണിദാസിന്റെ ശാപവും ശാപവാക്കുകളും എല്ലാം തന്നെ ഏൽക്കുന്ന കാര്യമൊന്നുമല്ല. എന്നിരുന്നാൽ പോലും ഒരാളുടെ അടുത്ത് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയുണ്ട്.